ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ നോമ്പ് പറയാണ്. അപ്പോൾ എനിക്ക് രാവിലെ ഒന്നും ഇൻട്രോ എടുക്കാനും ഒന്നും പറയാനൊന്നും പറ്റിയില്ല. ഫുള്ള് തിരക്കായിരുന്നു. ഞാൻ അതിനും കച്ചറ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നിനും പറ്റിയില്ല. എന്നാലും ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിലത്തെ നോമ്പ് പറയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവരെയും വിളിച്ചിട്ടൊരു നോമ്പ് തുറ ആക്കാനാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ എന്നെ ഫാസിലേക്ക് അവിടെ കൊണ്ടിട്ടിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ ഉമ്മച്ചി ഏകദേശമുള്ള പണികളൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് കുറച്ച് കുഞ്ഞു കാര്യങ്ങളാണ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നാലും ഞങ്ങൾ രണ്ടാളും കൂടി എല്ലാം കൂടെ ഒപ്പിച്ച് ശരിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചിക്കൻ മസാല ആക്കി വെക്കുക കേട്ടോ. നമ്മളെ ബിരിയാണിയിലേക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനാവശ്യമുള്ള ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് കുഞ്ഞു കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ ഇതാണെങ്കിൽ കറിക്ക് അരിഞ്ഞ് വെച്ചതാണ്. ഇത് മീൻ കറിക്കുള്ളതാണ്. അങ്ങനെ ഒരുവിധമുള്ളതൊക്കെ ഉമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാരറ്റ്, നമ്മളെ മല്ലിച്ചപ്പ്, പുതിന, തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എപ്പോൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ ആദ്യം ഏറ്റെടുക്കുന്ന ഒരു പരിപാടിയാണ് ചിക്കൻ പൊരിക്കൽ. അപ്പോൾ അതിന് വേണ്ടി എണ്ണ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണെങ്കിൽ നമ്മൾ സമൂസ ഉണ്ടാക്കാനുള്ള ഗ്രീൻ പീസാണ്. അത് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിയതായിരുന്നു കേട്ടോ. പിന്നെ എണ്ണ ചൂടായപ്പോൾ ഞാൻ ലെഗ് മാത്രം പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഉമ്മ പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ മക്കൾക്ക് വേണ്ടി വാങ്ങിയതാണെന്ന്, ആയുവിനും അതിനും വേണ്ടിയിട്ട് വാങ്ങിയതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ലെഗ് പീസ് ആയതുകൊണ്ട് തന്നെ കുറേ നേരം വേവിച്ചിട്ടാണ് ചിക്കൻ പൊരിഞ്ഞ് കിട്ടിയത്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, നമ്മളെ ഉന്നക്കായക്കുള്ള പഴമൊക്കെ വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേന് ഇതാ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ഗ്രീൻ പീസൊക്കെ സെറ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ സമൂസയിലേക്കുള്ള സംഭവങ്ങളാണ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഒക്കെ ആഡ് ചെയ്ത് കൊടുത്ത് അതും നല്ലോണം ഇട്ട് വഴറ്റിയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ ഗ്രീൻ പീസും കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടി മിക്സ് ചെയ്ത് നമ്മൾ അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ നമ്മളെ പഴം വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആവിക്ക് വെച്ചിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉന്നക്കായ്ക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉമ്മ കോഴിക്കറിക്കുള്ളതൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ കരുതി സമൂസയ്ക്കുള്ളതൊക്കെ സെറ്റാക്കാമെന്ന്. അപ്പോൾ നമ്മൾ സമൂസൻ്റെ ലീഫ് ഇതാ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം റെഡിമെയ്ഡ് ലീഫാണ് വാങ്ങിയത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പെട്ടെന്ന് സമൂസയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഈ ഒരു പ്രോസസ്സിലാണ് നമ്മൾ സമൂസ ഉണ്ടാക്കുക. അപ്പോൾ ഇതൊക്കെ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ചെയ്ത് വെച്ചിട്ടോ. അപ്പം നമുക്ക് നോമ്പ് തുറൻ്റെ അന്നൊക്കെ എത്ര രാവിലെ നമ്മൾ തുടങ്ങിയാലും എങ്ങനെയായാലും ലേറ്റ് ആവും എല്ലാ കാര്യവും. അപ്പം നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും, ആവുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ നമ്മൾ എന്തായാലും ഒരു സമയമാകുമ്പോഴത്തേനൊക്കെ സെറ്റാക്കി എടുക്കും. പിന്നെ ഇതെന്ന് വെച്ചാൽ ഉന്നക്കായ്ക്കുള്ളതാണ്. ഇത് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മ വേറെ ജോലിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തിട്ടോ. എനിക്ക് ഇങ്ങനത്തെ തട്ടുകൂട്ട് പരിപാടികൾ ചെയ്യാനാണ് കൂടുതലിഷ്ടം. നമ്മുടെ ഉന്നക്കായ് ഇതേപോലെ ഒരു പത്തിരി പോലെ ആക്കിയിട്ട് അതിലേക്ക് മസാല നിറച്ചിട്ട് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതും ഞാൻ ഏറ്റെടുത്ത് കൈകാര്യം ചെയ്തു. അതും ഞാൻ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പൊരിക്കലൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ്, ഒരു 5 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ പൊരിച്ചെടുക്കുള്ളൂ. പിന്നെ ഇത് മീൻകറി വെക്കാനുള്ളതാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഇറച്ചിപ്പത്തിരിക്കുള്ളതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാ വിഭവത്തിനും ഒരേ പ്രോസസ്സ് തന്നെയാണ്. ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള മസാലകളൊക്കെ ഇട്ടിട്ട് വഴറ്റിയിട്ടാണ് ഇത് സെറ്റാക്കുക. പക്ഷേ ഇതിലേക്ക് നമ്മൾ ബീഫും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ബീഫ് വേവിച്ചിട്ട് അത് മിക്സീൻ്റെ ജാറിലിട്ട് ക്രഷ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. പിന്നെ ഇതിൻ്റെ അരപ്പ് എന്ന് പറഞ്ഞാൽ നെയ്ച്ചോറ്റരിയും പിന്നെ സാധാരണ നമ്മൾ പച്ചരിയും കൂടി മിക്സ് ചെയ്തിട്ട് അടിച്ചെടുത്തതാണ്. പിന്നെ നെയ്യ് തൂവിയിട്ട് അതിലേക്ക് നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ നമ്മുടെ അരപ്പുണ്ടല്ലോ, നമ്മൾ അരച്ച് വെച്ച ആ അരപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് സെറ്റാകുമ്പോൾ പിന്നെ അടുത്തതായിരിക്കും. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ കരുതി വെള്ളം ഉണ്ടാക്കി വെക്കാന്ന്, വെള്ളമല്ല ജ്യൂസ് ഉണ്ടാക്കി വെക്കാന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു വത്തക്ക വെള്ളം. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ മുറിക്കുന്നത്. അപ്പോൾ ആദ്യം വിചാരിച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിടാണ്. പിന്നെ ഉമ്മ പറഞ്ഞു ഇങ്ങനെ കട്ട് ചെയ്തിടണ്ട, അപ്പോൾ അതൊരു ഇടങ്ങേറാണ്, അപ്പോൾ ജ്യൂസ് അടിച്ചിട്ട് പിന്നെ അതിലേക്ക് കസ്കസും പഞ്ചസാരയൊക്കെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ ആ കട്ട് ചെയ്ത് വെച്ചെടുത്ത് ജ്യൂസ് അടിച്ചു. ഇരട്ടി പണിയായി എന്ന് വേണം പറയാൻ. പിന്നെ അതിലേക്ക് കസ്കസ് ഇട്ടിട്ട് ഇളക്കി കൊടുത്തു. അപ്പോൾ അതും സെറ്റായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് നമ്മളിങ്ങനെ ഒരു ഡ്രിങ്ക് പരീക്ഷിക്കുന്നത്. ഇതിലേക്ക് പാലും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളത്തിന് പകരം നമ്മൾ പാലാണ് ഇതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ അതാ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ഉള്ളിവടല്ല പക്കവടക്കുള്ളതാണ്.
പിന്നെ ഉന്നക്കായൊക്കെയുള്ള സമൂസൊക്കെ ഉള്ളത് ഒക്കെ റെഡിയായി. പിന്നെ ഇതാ നമ്മളെ ഇറച്ചിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം തണുത്ത് കഴിയുമ്പോഴാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പീസായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആയിക്കുട്ടിയും അതിനെക്കുട്ടിയും കൂടി അടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരാൾ എന്ത് സാധനം എടുത്തോ അത് അടുത്താക്കും കൂടെ വേണം. അപ്പം ഒരു പലക ഉണ്ടല്ലോ നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കണം, നമ്മളവിടെ പലക എന്നാണ് പറയുക, അത് രണ്ടാക്കും വേണം. പിന്നെ അതിനുള്ള അടിയായിരുന്നു. പിന്നെ എന്തില്ലെങ്കിലും പത്തിരില്ലാത്ത നോമ്പ് തറ ഉണ്ടാവില്ല. നമ്മളെ വീട്ടിലൊക്കെ എങ്ങനെയായാലും നോമ്പിന് പത്തിരി ഉണ്ടാവും, കുറച്ചെങ്കിലും പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പം അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ കരുതി 5 മണിയൊക്കെ ആയപ്പം പതുക്കെ ഉണ്ടാക്കി തുടങ്ങാമെന്ന്. കാരണം നമ്മൾ കുട്ടികളെ വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് 6 മണിക്കൊന്നും പൊരിക്കൽ പോസിബിൾ അല്ലല്ലോ എന്ന് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, കുറച്ചീച്ച എല്ലാം ഇങ്ങനെ ചെറുതായിട്ട് പൊരിച്ച് തുടങ്ങി. ഉന്നക്കായി സെറ്റാക്കിയിട്ട് ഫോയിൽ പേപ്പർ വെച്ചിട്ട് മൂടി അടച്ചു വെച്ചു. കാരണം ചൂടാറാണ്ടൊക്കെ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സമൂസ പൊരിച്ച് വെച്ച്. അപ്പോൾ ഉമ്മാക്ക് വെജ് സമൂസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ സമൂസയും പൊരിച്ചിട്ട് അതും ഫോയിൽ പേപ്പർ വെച്ചിട്ട് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ചൂടാറാണ്ട് തന്നെ അത്രയും നേരം നിന്നിട്ടോ. നമ്മൾ നോമ്പെടുക്കുന്ന സമയത്തും അത്യാവശ്യം ചെറിയ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പക്കവട ഉണ്ടാക്കി. പിന്നെ ഉമ്മ എന്ത് ചെയ്യാൻ ചോറ് ദമ്മിടാൻ പോവായിരുന്നു കേട്ടോ. പിന്നെ അതും ഫോയിൽ പേപ്പർ വെച്ചിട്ട് അടച്ചു. അപ്പോൾ ഫോയിൽ പേപ്പർ കൂടുതലുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതാ വത്തക്ക മുറിച്ചിട്ടുണ്ടായിരുന്നു, ഫ്രൂട്ട്സ് സെറ്റാക്കുകയാണ് ഞാൻ. പിന്നെ നമ്മുടെ മുന്തിരി, ഓറഞ്ച് ഉണ്ടായിരുന്നു, പിന്നെ ചെറുപഴം ഉണ്ടായിരുന്നു, വത്തക്ക ഉണ്ടായിരുന്നു, പിന്നെ കറുത്ത മുന്തിരി ഉണ്ടായിരുന്നു, പിന്നെ ഈത്തപ്പഴം ഉണ്ടായിരുന്നു, മാങ്ങ ഉണ്ടായിരുന്നു, പിന്നെ മീൻകറി, നമ്മൾ പാൽവായക്ക, ബീഫ് വരട്ടിയത്, പിന്നെ ചിക്കൻ കറി, തൈര്, അച്ചാർ. അപ്പം അങ്ങനെ ഒരുവിധമുള്ള എല്ലാ സംഭവവും സെറ്റാക്കി. അതൊക്കെ കഴിഞ്ഞപ്പോണ്ട് ഫാസിൽക്ക് ഇങ്ങനെ ആയുവിനെ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ആയുവിനെയും കൂട്ടി പോയി കേട്ടോ. എല്ലാ വിഭവങ്ങളും ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് കൊടുക്കാനൊക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു സമാധാനമായിട്ട് തോന്നും. കാരണം ടെൻഷൻ ഉണ്ടാവില്ല. എല്ലാവരും എത്തിയാലും നമ്മൾ ബേജാറായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അതാ ഫാസിൽക്ക് എല്ലാവരും വന്നു. അപ്പോൾ അവരുള്ളിലേക്ക് കയറുകയാണ്. ഹലോ, കവറ് അപ്പോൾ എല്ലാവരും വന്നതിനു. അപ്പം നമ്മൾ കുറച്ച് നേരമായി നമ്മൾ ബിരിയാണി ദമ്മിട്ട് വെച്ചിട്ട്. അപ്പോൾ എന്തായി എന്നൊക്കെ ഉള്ളത് നോക്കുകയാണ്. പായു അതിനും കളിയൊക്കെ തുടങ്ങി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതാ ഉപ്പച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ആരെങ്കിലുമൊക്കെ കൂടെ കളിച്ചുകൊണ്ട് നിൽക്കണം കേട്ടോ, എന്നാലാണ് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ആണെങ്കിൽ ഫാസിൽക്ക എടുത്തതാണ് കേട്ടോ വീഡിയോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഫാസിൽക്ക ഫുള്ളായിട്ട് നല്ല വൃത്തിക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇരുന്ന് നോമ്പൊക്കെ തുറക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ എത്ര അറേഞ്ച് ചെയ്ത് വെച്ചാലും ആ ഒരു സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും. എന്തൊക്കെയോ മിസ്സായ പോലെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ തുറക്കുകയാണ്. അൽഹംദുലില്ലാ 3ാമത്തെ നോമ്പ് നമ്മൾ നല്ല സന്തോഷത്തോടെ തുറന്നിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും ആരോഗ്യപരമായിട്ടും എല്ലാ കാര്യം കൊണ്ടും എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് സന്തോഷം. എല്ലാവരും ഇങ്ങനെ ഒരു എന്താ പറയുക, ഗുഡ് വൈബിൽ നിൽക്കുമ്പോൾ അല്ലേ. ഫാസിൽക്കാണെങ്കിലും നല്ല ഫുഡൊക്കെ ഒരുവിധം ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ എന്നെ നോക്കിയിട്ട് സൂപ്പറായി ഇതൊക്കെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ്. നമ്മളെല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചേനു. അപ്പോൾ ജസ്റ്റ് ഞാൻ ഫുഡൊക്കെ വെച്ച വീഡിയോ ഒന്നും കൂടി കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ഫുഡ് ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് ഐറ്റംസ് മാത്രമേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നോമ്പിനുണ്ടായിരുന്നു കുറേ ആൾക്കാർ. ഇന്ന് നമ്മളിവിടെ ഇല്ല. ഉപ്പച്ചി ഗൾഫിലാണ്, കുഞ്ഞാവില്ല, അങ്ങനെ കുട്ടാപ്പില്ല, പിന്നെ കിച്ചുമില്ല, അങ്ങനെ കുറേ ആൾക്കാരില്ല. അപ്പോൾ അവരൊക്കെ വല്ലാണ്ട് മിസ് ചെയ്തു. പിന്നെ അപ്പോൾ അത് അത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലത്തെ നോമ്പിന് അവരൊക്കെ കൂട്ടിയിട്ട് നമുക്കൊരു വലിയ നോമ്പുകാരൊക്കെ കഴിക്കണം. പിന്നെ ഞാനും കഴിച്ചു ഫുഡൊക്കെ. പിന്നെ ഫാസിൽക്ക് എല്ലാവരും പോകാനൊക്കെ ഉള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും തറാവി നിസ്കരിക്കാനൊക്കെ പോകാനുള്ള തിരക്കിലാണ്.
അപ്പോൾ ഫുഡൊക്കെ കഴിച്ചവർ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ ലാസ്റ്റ് പോകാനിറങ്ങിയപ്പോഴാണ് ഒരാൾക്ക് ഭയങ്കര വിഷമം, ഭയങ്കര ചീറിക്കരച്ചിൽ. അതിനൊരു ഭയങ്കര വിഷമമായി ഒരു പോകുന്നത് കണ്ടപ്പോൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും